ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു വിജുവാല 2.0. അപ്പോൾ നമ്മുടെ മക്കളെല്ലാവരും വളരെയധികം ടെൻഷനിലാണ്. +2 റിസൾട്ട് എന്നാണ് വരിക എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഡെയിലി എല്ലാവരും അപ്ഡേഷൻസ് എടുത്ത് നോക്കുന്നുണ്ട്, വെബ്സൈറ്റ് എല്ലാം എടുത്ത് നോക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒബ്വിയസ്ലി ഒരു കാര്യം നിങ്ങളടുത്ത് പറയാനുള്ളത്, നമുക്ക് ഇയർ വൈസ് ആയിട്ട് നമ്മുടെ +2 റിസൾട്ട് എങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ, നമുക്കൊരു SSLC റിസൾട്ടിന് ശേഷമുള്ള വീക്കിൽ നമുക്ക് എല്ലാ വർഷവും നമ്മുടെ +2 റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. ഓരോ തവണയും ഇപ്പോൾ 2 ഡേയ്സിൻ്റെ ഗ്യാപ്പിലും വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ SLC റിസൾട്ട് ഇപ്പോൾ ഒരു 10-ാം തീയതി വന്നു കഴിഞ്ഞാൽ 12-ാം തീയതിയൊക്കെ ആയിട്ടും നമുക്ക് +2 റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്. അപ്പോൾ നമുക്ക് 9-ാം തീയതിക്കത്തെ ആ ഒരു റിസൾട്ടിന് ശേഷം ഉള്ള ആ ഒരു ഫസ്റ്റ് വീക്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ +2 റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 18-ാം തീയതി എന്നൊക്കെയാണ് നമ്മൾ ഡേറ്റ് ഇപ്പോഴും പറഞ്ഞു വരുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും വളരെയധികം ടെൻഷനിലാണ്. അപ്പോൾ +2 റിസൾട്ട് എന്നുള്ളത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വരാനായിട്ട് ഇതൊരു 2 വീക്സേ ഉള്ളൂ. ഇന്നിപ്പോൾ മെയ് 5 വേറൊരു കാര്യം പറയാനുള്ളത്, ഇക്കൊല്ലത്തെ റിസൾട്ടിനെ പറ്റിയിട്ടുള്ള ഒരു വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് +1 ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ട് ഓൾറെഡി ഈ 2 ഡേയ്സിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം ഇന്നിപ്പോൾ മെയ് 5 മെയ് 5-ാം തീയതി തന്നെ ഈ +1 റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. കാരണം ഈ +1 റിസൾട്ട് വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് +2 റിസൾട്ടും കൂടിയും കമ്പൈൻ ചെയ്ത് വരേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ +1 റിസൾട്ട് വന്ന് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമുക്ക് +2 റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യണം. കാരണം ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത മാർക്കാവും. ഇപ്പോൾ +1ൻ്റെ മാർക്കും +2ൻ്റെ മാർക്കും കമ്പൈൻ ചെയ്തിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ മാർക്ക് ലിസ്റ്റിൽ ഉണ്ടാവുക. അതായത് ഓരോ സബ്ജക്റ്റും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് on 200-ലായിരിക്കും. ഓക്കെ, ദെൻ ഈ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ നിങ്ങൾ റിസൾട്ട് നോക്കി +1 ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടോ. ഇമ്പ്രൂവ്മെൻറ്റ് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ കുറവാണ് മാർക്ക് എങ്കിൽ കഴിഞ്ഞ +1 മാർക്കാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ റിസൾട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന 10-ാം ക്ലാസ്സിലെ റിസൾട്ട് പോലെയല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കാരണം നമുക്ക് റിസൾട്ട് നോക്കാനും അറിയണം, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നോക്കാനും അറിയണം. അപ്പോൾ മിസ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിന് ശേഷം റിസൾട്ട് എങ്ങനെ ഉണ്ടായിരിക്കും, റിസൾട്ട് വന്നാൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള വീഡിയോ ഒക്കെ പിന്നാലെ വരുന്നുണ്ട്. നിങ്ങൾ എല്ലാ രീതിയിലുള്ള ടെൻഷനും ഫ്രീ ആയിട്ട് ഇരിക്കുക. പിന്നെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് മോഡറേഷൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഒട്ടുമിക്ക ഇത്തവണ നമുക്കൊരു ഡിഫിക്കൽട്ട് തന്നെയായിരുന്നു. ഇംഗ്ലീഷാണ് ഒരു ചെറിയ റിപ്പീറ്റേഷൻ പോലെ വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഈ ഒരു വർഷം തൊട്ട്, ഇപ്പോൾ നിങ്ങളുടെ ബാച്ചാണ് ഈ ഒരു വർഷം തൊട്ട് എല്ലാം ചേഞ്ച് ആവുന്നത്. സോ നമുക്ക് നമ്മുടെ റിസൾട്ട് വന്ന ശേഷം ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ എവ്രി വൺ, അപ്പോൾ താങ്ക് യു സോ മച്ച്.